There is a big difference between knowing the Word of God and knowing the God of Word. ദൈവവചനം അറിയുന്നതും വചനത്തിലെ ദൈവത്തെ അറിയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നാം ദൈവവചനം കാണാതെ പഠിച്ചതുകൊണ്ടോ വചനത്തിലെ കാലഘട്ടങ്ങൾ പഠിച്ചതുകൊണ്ടോ അതിലെ അത്ഭുതങ്ങൾ അറിഞ്ഞതുകൊണ്ടോ കാര്യമാകുന്നില്ല. എന്നാൽ നമ്മുടെ വായനയും പഠനവും ദൈവവചനത്തിലെ ദൈവത്തിൽ കേന്ദ്രീകരിക്കുന്നുവെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നതിനുള്ള തുടക്കം കുറിക്കുകയാണ്. അതുകൊണ്ടുമായില്ല, നോയിങ് ദി ഗോഡ് ഈസ് വൺ തിങ്, ബട്ട് ഇറ്റ്സ് എൻറ്റയർലി അനദർ തിങ് ടു നോ ഹിം ഇൻറ്റിമേറ്റ്ലി. ദൈവത്തെ അറിയുക എന്നതൊരു കാര്യമാണ്, എന്നാൽ അവനെ അടുത്തറിയുന്നത് തികച്ചും മറ്റൊരു കാര്യമാണ്. യേശു കർത്താവിനെ വ്യക്തിപരമായി വീണ്ടും വീണ്ടും അറിയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഗ്രഹമായിരിക്കണം. നമ്മുടെ മറ്റെല്ലാ ആഗ്രഹങ്ങളും സഫലമായില്ല എങ്കിലും ഈ ഒരു ആഗ്രഹം ആത്മാർത്ഥമെങ്കിൽ അത് പൂവണിയാതെ പോകുകയില്ല. പൗലോസ് തൻ്റെ ജീവിതത്തിലെ ആഗ്രഹം പറയുന്നത് ശ്രദ്ധിക്കുക. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യം, All I want is to know Christ and the power that raised him to life. ക്രിസ്തുവിനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അറിയുക എന്നതാണ് എനിക്ക് വേണ്ടത്. ഒന്നാമത്, ക്രിസ്തു നമുക്ക് വേണ്ടി എന്തു ചെയ്തു എന്നറിയുക. രണ്ടാമത്, ക്രിസ്തുവിൽ കൂടി നമുക്ക് എന്ത് ചെയ്യുവാൻ കഴിയും എന്നറിയുക. ക്രിസ്തു ഒന്നാമത് നമുക്ക് വേണ്ടി മരിച്ചു. നാം മരിക്കേണ്ട സ്ഥാനത്ത് അവിടുന്ന് ആ ത്യാഗത്തിൻ്റെ ജോലി നിർവഹിച്ചു. നാശകൂപത്തിലേക്ക് നടന്ന് നീങ്ങിക്കൊണ്ടിരുന്ന നമ്മെയാണ് കാൽവറി രക്തത്താൽ വീണ്ടെടുത്ത് നിത്യജീവനിലേക്ക് അടുപ്പിച്ചത്. അവിടുന്ന് നമുക്ക് ജീവൻ മാത്രമല്ല, സമൃദ്ധിയായ ജീവനും നൽകുകയുണ്ടായി. മരണത്തെ കീഴടക്കാനും ആത്യന്തികമായി തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും യഥാർത്ഥ ജീവിതം നൽകാനുമുള്ള ശക്തി തനിക്കുണ്ടെന്ന് ക്രിസ്തു തൻ്റെ പുനരുത്ഥാനത്തിലൂടെ കാണിച്ചു. ജീവിതത്തിൽ മറ്റേതിനേക്കാളും ഈ ഒരു അറിവ് പൗലോസിന് വിലപ്പെട്ടതായിരുന്നു. യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി നമ്മിലും വ്യാപരിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ മാറ്റാൻ അത് നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. ഹിസ് റിസറക്ഷൻ അഷ്വേഴ്സ് us that our future is safe and secure. നമ്മുടെ ഭാവി ഭദ്രവും സുരക്ഷിതവുമാണെന്ന് അവൻ്റെ പുനരുത്ഥാനം നമുക്ക് ഉറപ്പ് നൽകുന്നു. ഡിയർ ഫ്രണ്ട്സ്, ദൈവവചനത്തെ അറിയുക, എന്നിട്ട് ദൈവവചനത്തിലെ ദൈവത്തെ അറിയുക, എന്നിട്ട് ആ ദൈവത്തെ വ്യക്തിപരമായി അറിയുക. ഇതത്രേ ധന്യതയേറിയ ക്രിസ്തീയ ജീവിതം. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.